സൗത്ത് ശില്ലിയാമ്പാറയിൽ നിന്നും നോർത്ത് ശില്ലിയാമ്പാറയിലേക്കുള്ള റോഡിൽ കോൺക്രീറ്റ് ചെയ്ത 700 മീറ്റർ ഭാഗം മെറ്റലുകൾ ഇളകി തകർന്നു കിടക്കുന്നതായി പരാതി. 3 കിലോമീറ്റർ ദൂരമുള്ള റോഡിൽ 700 മീറ്റർ ഭാഗം കോൺക്രീറ്റ് ജോലികളാണ് ചെയ്തിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത റോഡിൽ സർക്കാർ 3 കോടി രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം നടത്തിയത്. റോഡിന്റെ നിർമ്മാണത്തിൽ വ്യാപക അഴിമതി നടന്നതായും വിജിലൻസ് അന്വേഷണം വേണമെന്നുമാണ് ജനപ്രതിനിധികളുടെയും പ്രദേശവാസികളുടെയും ആവശ്യം. സൗത്ത് ശില്ലിയാമ്പാറയിൽ നിന്ന് നോർത്ത് ശില്ലിയാമ്പാറയിലേക്കുള്ള 3 കിലോമീറ്റർ റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കുകയും സർക്കാർ 3 കോടി രൂപ വകയിരുത്തി ഈ റോഡിൽ നിർമ്മാണം ആരംഭിച്ചെങ്കിലും റോഡിന്റെ 700 മീറ്റർ ഭാഗം കോൺക്രീറ്റ് ജോലികളാണ് ചെയ്തിരുന്നത്. യാതൊരു അലൈൻമെന്റ് നോക്കാതെയും തട്ടിക്കൂട്ടുപണികൾ നടത്തിയും നിർമ്മാണം നടത്തുകയും എന്നാൽ 5 മാസം പിന്നിട്ടപ്പോഴേക്കും റോഡിലെ മെറ്റലുകൾ ഇളകി തകർന്നു കിടക്കുന്നതായുമാണ് പരാതി. കരാറുകാരനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കൂടി കളിച്ച കളിയുടെ ഭാഗമായാണ് റോഡിന് ഈ സ്ഥിതിയുണ്ടായതെന്ന് ജനപ്രതിനിധികൾ ആരോപിച്ചു. റോഡിലെ 3 കിലോമീറ്റർ ഭാഗത്ത് 3 കോടി രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം നടത്തിയതെങ്കിലും നിർമ്മാണത്തിൽ വ്യാപക ക്രമക്കേട് നടന്നതായാണ് പ്രദേശവാസികളുടെയും ജനപ്രതിനിധികളുടെയും ആരോപണം. ചൂലുകൊണ്ടടിച്ചാൽ തന്നെ കോൺക്രീറ്റ് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ റോഡ് മാറിയിരിക്കുന്നു. കരാറുകാരും ബന്ധപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും കൂടി കളിച്ച വലിയ കള്ളക്കളിയുടെ ഭാഗമായിട്ടാണ് ഈ റോഡിൻ്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം. നമുക്കറിയാമല്ലോ, 1 കിലോമീറ്റർ BMBC നിലവാരത്തിൽ റോഡ് നിർമ്മിക്കുവാൻ 1 കോടി രൂപ മതി. 3 കിലോമീറ്റർ ദൂരമുള്ള ഈ റോഡ് 3 കോടി രൂപ സർക്കാർ മുടക്കിയിട്ടും അതിൻ്റെ നിർമ്മാണത്തിൽ വ്യാപകമായ ക്രമക്കേടാണ് നടത്തിയത്. അതുകൊണ്ട് പ്രദേശവാസികളും ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗങ്ങളായ ഞങ്ങളും ആവശ്യപ്പെടുന്നത് റോഡിന്റെ നിർമ്മാണം സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ക്രമക്കേട് കണ്ടെത്തണമെന്നും അഴിമതിക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നുമാണ് പ്രദേശവാസികളുടെയും ജനപ്രതിനിധികളുടെയും ആവശ്യം. റോഡ് തകർന്നതോടെ കാൽനടയാത്രികരും വാഹനയാത്രികരും വലിയ യാത്രാക്ലേശമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി സ്കൂൾ കുട്ടികളടക്കം കടന്നുപോകുന്ന പാതയായതിനാൽ റോഡ് പുനർനിർമ്മിച്ച് യാത്രായോഗ്യമാക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.